നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അല്ലേ. പലപ്പോഴും നമ്മൾ പല ഡിസ്ട്രാക്ഷൻസ് പെട്ടുപോയി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വിചാരിച്ച പോലെ പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ അറ്റോമിക് ഹാബിറ്റ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും വായിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല കാര്യങ്ങളും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ 7ാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് നമ്മൾ കരുതുന്നത് വളരെ സ്ട്രോങ് വിൽ പവറുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ നേടാൻ സാധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ സാധാരണ പുകവലി നിർത്തുന്നവർ, അല്ലെങ്കിൽ മദ്യപാനം നിർത്തുന്നവർ, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർ കൺസിസ്റ്റൻസ് ആയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഹീറോ ഡിസിപ്ലിൻ സിസ്റ്റം അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണെന്നാണ് അദ്ദേഹം ജെയിംസ് ക്ലാർ ഇതിലൂടെ പറയുന്നത്. അതായത് മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ശീലം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നതിനെ അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞത്, ഇപ്പം നമ്മുടെ മനോഭാവം ആണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയാണ്, പക്ഷേ ഈ മനോഭാവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതാണ് വിഷയം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാട്ടുതീ ഇല്ലാതാക്കാൻ ഏറ്റവും എളുപ്പമാർഗം കാട്ടുതീയെ കെടുത്തുന്നതാണോ കാട്ടുതീ പടരാൻ സാധ്യതയുള്ളിടത്ത് പുല്ലുകളെ ഒഴിവാക്കുന്നതാണ്? ഏതാണ് എളുപ്പം? നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. യഥാർത്ഥത്തിൽ ഒരു മോശം ശീലം ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, പക്ഷേ അവിടെ വേറൊരു ശീലത്തെ കൊണ്ടുവയ്ക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാം. അതായത് ആ ശീലത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഒരു ബാഡ് ഹാബിറ്റ്സ് നമുക്കുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നതിനിടയിൽ ഫോൺ നോക്കുന്നൊരു ശീലം നമുക്കുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണല്ലോ അത്. അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 33 മില്യൺ സെക്കൻഡ്സുകൾക്കകത്താണ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസുകൾ ചേഞ്ചസ് വരുന്നത്. അതായത് സിഗരറ്റ് നിർത്തിവെച്ച ഒരാളാണ് ഇല്ല, പക്ഷേ അയാൾ എപ്പോഴെങ്കിലും സിഗരറ്റിൻ്റെ ഒരു പരസ്യം കാണുമ്പോഴോ സിഗരറ്റിനെ പറ്റി മറ്റൊരാൾ വലിക്കുന്ന കാണുമ്പോഴോ അകത്തുനിന്ന് ഈ ടെംപ്ടേഷൻ ഉയർന്നു വരും. അത് സാധ്യത വളരെ കൂടുതൽ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം എളുപ്പം പറയാം. നമ്മൾ കരുതുന്നത് ഈ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നുള്ള പരസ്യം യഥാർത്ഥത്തിൽ നമ്മൾ സിഗരറ്റ് വലിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ, സിഗരറ്റ് വലിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതൊരു ഭയങ്കര കൃത്യമായൊരു സയൻസാണ്. ഇതാണ് നെഗറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ കാര്യം. ബിസിനസ്സുകാരെ അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, വായിച്ചോളുക. വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ഡേ വിത്ത് അനദർ സെഷൻ.